ക്ഷേത്രോത്സവം. നാഗപ്പുഴ ശാന്തികാട് ശ്രീ ദുർഗഭദ്രശാസ്ത്ര ക്ഷേത്രം തിരുത്സവം പ്രതിഷ്ഠാ ദിനാചരണവും. നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസ് ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാഗപ്പുഴ ശാന്തികാട് ശ്രീ ദുർഗഭദ്ര ശാസ്ത്ര നാഗക്ഷേത്രം തിരുത്സവവും പ്രതിഷ്ഠാ ദിനാചരണവും 2025 ഫെബ്രുവരി 3 മുതൽ 8 വരെ. 1200 ആണ്ട് മകരം 21 രേവതി നാളിൽ 2025 ഫെബ്രുവരി 3 കൊടിയേറ്റ് 7:30 തിരുത്സവ കൊടിയേറ്റ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ പ്രമോദ് നമ്പൂതിരി തനശ്ശേരിയിൽ ഇല്ലം ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ പ്രസിഡന്റ് മനോജ് KS, സെക്രട്ടറി ബിപിൻ പരപ്പാട്, കൺവീനർ MP തമ്പിക്കുട്ടൻ, തൃക്കാരിയൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഉത്സവത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് കൊടിയേറ്റ് ചടങ്ങുകൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും നൽകി. കൊടിമര ചുവട്ടിൽ പറ നിറച്ചുകൊണ്ട് കൊടിയേറ്റ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ഉത്സവം കൊടിയേറിയ ദിനം മുതൽ 8-ാം തീയതി മകരം 26 മഹയിരം നാളിൽ കലിയുഗ വരദായകൻ ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠാ ദിനാചരണവും ആചാരാനുഷ്ഠാന പ്രകാരം മഹത്പൂർണമായി തന്നെ നടത്തപ്പെടും. തിരുത്സവം കൊണ്ടാടുന്ന നാളുകളിൽ ഈ നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് പോയ ഭക്തരും നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും നാഗപ്പുഴ ഭക്തജന കുടുംബാംഗങ്ങളും കുടുംബമിത്രാദികളും ഉൾപ്പെടെ ഈ പുണ്യ സങ്കേതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് നാഗപ്പുഴ ശാന്തികാട് ശ്രീ ദുർഗഭദ്ര ശാസ്ത്ര നാഗക്ഷേത്രത്തിന്റെ വിശ്വാസ മഹത്വത്തിന്റെ വലിയ ഒരു ഉത്സവവുമാണ് നാഗപ്പുഴയുടെ മണ്ണിൽ നടക്കുന്നത് എന്നതും നമ്മൾ കാണാൻ പോകുന്നതും കണ്ടനുഭവിച്ചറിയാൻ പോകുന്നതും വലിയൊരു ഉത്സവമാണ് ഈ വരാനിരിക്കുന്ന ദിനങ്ങൾ.
പവിത്രമായ കൊടിയേറ്റ ചടങ്ങുകൾക്ക് ശേഷം ദേവിയുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനമായ കളമെഴുത്തുപാട്ട് വളരെ ഭക്തിസ്വായൂരമായ രീതിയിൽ നടത്തപ്പെട്ടു. ക്ഷേത്രത്തിലെ കുറുപ്പന്മാരുടെ അവകാശമായി നടക്കുന്ന ഈ കളമെഴുത്തും പാട്ടും ദേവിയുടെ അവതാര മുടിയേറ്റ സമാനമായ കഥകളാണ്. അതിൽ ആദ്യം മുതൽ തന്നെ കമ്മിറ്റി അംഗമായി സെക്രട്ടറിയായി പ്രവർത്തിച്ച് മുൻകാല പ്രസിഡന്റിനെ ആദരിക്കുകയും ചെയ്തു. ചടങ്ങുകൾക്കൊപ്പം നൃത്തങ്ങൾ ഉൾപ്പെടെ തിരുവാതിരകളിയും നടന്നു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഉത്സവത്തെയും പറ്റിയും ക്ഷേത്രത്തിന്റെ മുൻകാല പ്രസിഡന്റായ പ്രൊഫസർ റജി ഉത്സവ സന്ദേശം നൽകി. പാറിപ്പറക്കലിന്റെ ഒരു സന്ദർഭമാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ വേദിയിലും അതുപോലെ അനുഷ്ഠാനപരമായ ചടങ്ങുകളിലുമൊക്കെ നല്ല രീതിയിൽ മനസ്സിനെ ഉജ്ജ്വലമാക്കുന്ന പ്രക്രിയ ആണ് നടക്കുക. അതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ ഒരു ആദരവ് നൽകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ചിരകാല സ്വപ്നം, ഒരു അന്നദാന മണ്ഡപം ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ടാവുക എന്നുള്ളത്. നമ്മുടെ സമീപ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള സൗകര്യങ്ങളില്ല. അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായാൽ ഉള്ള ഗുണം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മറ്റുള്ളവർക്കും വിവാഹാദി കാര്യങ്ങൾ നടക്കുന്ന അവസരത്തിൽ വളരെ സൗകര്യത്തിൽ പാർക്കിങ്ങിനുള്ള സൗകര്യം, വാഹന സൗകര്യം, വെള്ളം, ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരിടത്ത് ഇത്തരത്തിലൊരു മണ്ഡപം പടുത്തുയർത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയിട്ട്, കാരണം അത്രയധികം ഹൈന്ദവ വിശ്വാസികളൊന്നും ഉള്ള ഒരു പ്രദേശമല്ല ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടി എല്ലാവരെയും ഒരു സന്മനസ്സുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ പറ്റി. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഒരു ഇനീഷ്യേറ്റീവ് അക്കാര്യത്തിലുണ്ടായി. നമുക്ക് ഒരു 9 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നപ്പോൾ നമുക്ക് അനുവദിച്ചു തന്നത്. അത് വെച്ച് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടി ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വളർച്ചയിലേക്ക് കൊണ്ടുപോകാവുന്ന വിധം ഒരു സ്ട്രക്ചർ ആയിരിക്കും ചെയ്യുക. അങ്ങനെ ഒരു വേദി ആണ് ആദ്യം പടുത്തുയർത്തിയത്. ആ വേദി പടുത്തുയർത്തപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇത് എന്തിനാണ് ഇങ്ങനെയൊരു ആകൃതി? അപ്പോൾ ഒരു തറ കൂടി കെട്ടിയിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ ഓരോ ഘട്ടത്തിലും തറ നിർത്തണ്ട, അത് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം, അല്ല 2 പോസ്റ്റ് ഇടാം. അങ്ങനെ സ്പോൺസർ ചെയ്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ടൈൽ വിരിച്ച് കുറച്ച് നെറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സൗകര്യവും ഇന്റർലോക്ക് ഇതും കൂടി നമ്മുടെ മുറ്റത്ത് അണിയിച്ചൊരുക്കിയാൽ ഈ കാര്യങ്ങൾ പൂർത്തിയാവുകയും അഭിമാനകരമായ വിധത്തിൽ നമുക്ക് ഈ മണ്ഡപം ഉപയോഗിക്കുകയും ചെയ്യാം.